അപ്പോൾ ഫേബിൾ 5 യൂസ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ പ്രോംപ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റാണിത്. ഇതിൻ്റെ ഉള്ളിൽ പ്രോംപ്റ്റ് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ വേറൊരു എലമെൻറ്റ്സും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ GSAP അതുപോലെ സ്ക്രോൾ ആനിമേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ 1 പിന്നെയും ഫേബിൾ 5 ആ ബാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ മെയിൻലി 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോഡിൻ്റെ ഫേബിൾ 5 മോഡലാണ്. ഈ ഒരു മോഡലാണ് നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിലാണ് നമ്മൾ പ്ലാൻ കൊടുക്കുന്നത്, നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ മോഡൽ എന്ത് ചെയ്യുന്നു, അതിന് ഏജൻറ്റിക് കേപ്പബിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അത് പ്ലാൻ ക്രിയേറ്റ് ചെയ്യും, കോഡ് റൈറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് തരുന്നത്. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിക്സ്ഫീൽഡിൻ്റെ MCP ആണ്. ഹിക്സ്ഫീൽഡ് എങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോഡിന് അതിന് ഇമേജസും വീഡിയോസും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിക്സ്ഫീൽഡായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് സീഡാൻസിൻ്റെ 2.0 ആണ്. ഇത് ഹിക്സ്ഫീൽഡ് തന്നെയുള്ള വീഡിയോ ജനറേഷൻ മോഡലാണ്. സിനിമാറ്റിക് ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സീഡാൻസ് 2.0 ആണ്. കാരണം നമുക്ക് ഇത്ര ക്വാളിറ്റിയിൽ ഈ വീഡിയോസും അതിൻ്റെ ആ ഒരു മാക്രോ ഷോർട്സും ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരണമെങ്കിൽ അത്ര ക്വാളിറ്റിയിൽ വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന മോഡൽ വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫേബിൾ 5 നമ്മുടെ ഡയറക്ടർ, ഹിക്സ്ഫീൽഡിൻ്റെ MCP നമ്മുടെ ക്യാമറ, അതുപോലെ സീഡാൻസ് 2.0 ആ ക്യാമറയിലെ ഫിലിം, ഇത് മൂന്നും ചേർന്നിട്ടാണ് നമ്മൾക്ക് ഇത്ര അടിപൊളിയായിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ക്ലോഡ് കോഡാണ്. ക്ലോഡ് കോഡ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തേക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ക്ലോഡ് കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ക്ലോഡ് എന്നുള്ള കമാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോഡ് കോഡ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം ഫേബിൾ 5 ഇസ് ബാക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് മോഡൽ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള മോഡൽസ് എല്ലാം കാണാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിപ്പോൾ ഫേബിൾ 5 മോഡൽ ചൂസ് ചെയ്യുവാണ്. അപ്പോൾ ഫേബിൾ 5 മോഡൽ ഇസ് ദ മോസ്റ്റ് കേപ്പബിൾ എന്നൊക്കെ ഉള്ളത് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ടുണ്ട്.